കാട്ടാന ഭീതിയിലാണ് ഇടുക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുന്നിൽ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങി. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ വഴിയോരക്കട തകർത്തു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവ ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് ചിന്നക്കനാൽ 301 കോളനിയിലെ സാവിത്രികുമാരന്റെയും ലക്ഷ്മി നാരായണന്റെയും വീട് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. ഇരു വീടുകളും ഭാഗികമായി തകർന്നു. വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ചക്കക്കൊമ്പൻ ഇപ്പോഴും 301 കോളനിയിൽ തുടരുകയാണ്. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുൻപിൽ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങി. തിരുവനന്തപുരം പഴനി സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രഹംസ് ലാൻഡിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. വയനാട് തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പാലക്കാട് കൈപ്പുറത്ത് പുലിയെ കണ്ടതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വനം വകുപ്പ് പരിശോധന നടത്തി. അതിനിടെ വനം വകുപ്പിനെ ക്രൈസ്തവ സഭ രൂക്ഷമായി വീണ്ടും വിമർശിച്ചു. മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ലെന്നായിരുന്നു ബിഷപ്പ് റെമിഞ്ചിയോസ് ഇഞ്ചിനാനിയിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. 24 ഇടുക്കി.